സ്തോത്രം. മനോഹരമായ ഈ സന്ധ്യായാമത്തിൽ പിന്നെയും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാന്യരായ ദൈവമക്കളെയും വന്ദനവും അറിയിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവായ യഹോവയുടെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സ്തോത്രം. സകല മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപാടുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവം ഒരിക്കൽ കൂടെ സന്ധ്യാ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Once again, Christian loving salutations to all of you in the name of our Lord Christ Jesus, whose name will be confessed by every tongue and before whom every knee shall bow. Moreover, thankful to the Lord, thanks be to our triune God for granting us this grace to bow before the Lord voluntarily and to confess his name joyfully and escape the eternal condemnation, the eternal hellfire. നമ്മുടെ ആയുഷ്കാലത്ത് തന്നെ സുബോധത്തോടും സ്വന്തം ഇഷ്ടത്തോടും കൂടെ ഈ യേശുവിന്റെ നാമത്തെ ഏറ്റുപറയുവാനും ആ നാമത്തിൽ നമ്മുടെ മുഴങ്കാലുകൾ മടക്കുവാനും തന്നിമിത്തം വരുവാനുള്ള നരകവിധിയിൽ നിന്നും ഒഴിയുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം പിന്നെയും നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വായിക്കുന്ന പഠിക്കുന്ന 19-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ 19th verse of Matthew chapter 6. 19-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. പുഴവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. രണ്ട് വിലക്കുകൾ, രണ്ട് മുന്നറിയിപ്പുകൾ. അതിൽ നമ്മളിപ്പോൾ രണ്ടാമത്തേതാണല്ലോ ചിന്തിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കായി തന്നെ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. രണ്ട്, ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. Two prohibitions or two warnings. One, do not store up treasures for yourselves. And second, do not store up or do not treasure treasures on this earth. അതിന്റെ അർത്ഥം എന്തല്ല എന്ന് നമ്മൾ ഇന്നലെ 3 കാര്യങ്ങൾ കണ്ടു. എന്താണ് എന്നതിനെ പറ്റിയും 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്തല്ല എന്നും എന്ത് ആണ് എന്നുമാണല്ലോ നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ എന്തല്ല എന്ന് നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിച്ചു. നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ നമ്മുടെ ആസന്ന ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ബുദ്ധിപൂർവം ന്യായമായും ഉള്ളത് കരുതി വയ്ക്കുന്നതിനെ വിലക്കുന്ന വിലക്കല്ല. ഇറ്റ്സ് നോട്ട് അഗൈൻസ്റ്റ് ടു ബി provident. Second, it is not to be foolish. നമ്മൾ മൂഢന്മാരായിരിക്കുവാൻ അല്ല ഈ വിലക്ക്. അതായത് നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുന്നതിനെ കർത്താവ് വിലക്കുകയല്ല. And thirdly, we saw
It is not to be irresponsible, or it is not against being responsible citizens or family members, parents or children. ഉത്തരവാദിത്വമുള്ളവർ ആയിരിക്കുന്നതിനെ കർത്താവ് വിലക്കുകയല്ല. ഒരപ്പനോ അമ്മയോ ആണെങ്കിൽ മക്കളോടുള്ള റെസ്പോൺസിബിലിറ്റി, പേരന്റൽ റെസ്പോൺസിബിലിറ്റി, മാതാപിതാക്കൾ എന്ന നിലയിലെ ഉത്തരവാദിത്വ നിർവഹണത്തിനെതിരല്ലത്. സ്തോത്രം. ഒത്തിരി പേര് irresponsible and foolish. Many a people being foolish and irresponsible, they simply, what do you say, luxuriously live with what they have, and simply they will say, हमारे बच्चों के लिए परमेश्वर देख लेगा, God will take care of. Simply they used to say. And that is very foolish and irresponsible. That is very foolish and irresponsible. Then after sometimes that person dies or becomes ill, then the church or other people, they will just collect money and run from pillar to the post and do the things. That is not actually trusting in God. Okay? ഒത്തിരി പേര് ഉത്തരവാദിത്വമില്ലാത്തവരായിട്ടും ആലോചനയില്ലാത്തവരായിട്ടും, എന്ന് പറഞ്ഞാൽ ബുദ്ധികേട് കാണിച്ചും നിരുത്തരവാദികളായിട്ടും കിട്ടുന്നതെല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കും. 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ സ്വർഗത്തിൽ നിക്ഷേപം കരുതുവാൻ വേണ്ടിയും അല്ല കേട്ടോ, വെറുതെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. എന്നിട്ട് പറയും കുടുംബത്തിന് വേണ്ടിയൊക്കെ ദൈവം കരുതുന്നേ. ഇതിൽ ചിലരൊക്കെ ആണെങ്കിൽ മരിച്ചും പോകും. പിന്നെ കുടുംബത്തിലെ ശേഷിക്കുന്നവർക്ക് വേണ്ടി നാട്ടുകാരും സഭക്കാരും പിരിവെടുക്കേണ്ട ചിലരാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് യാചിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, അതല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ഓക്കെ, ഒരുവന് കുടുംബത്തിന് വേണ്ടി കരുതുവാൻ ഇല്ലയോ, സാരമില്ല. ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ സാരമില്ല. അല്ല, ഉണ്ടായിരുന്നതും CT സ്റ്റഡിനെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭക്തന്മാരെ പോലെ സ്വർഗീയ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചതാണെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടും അല്ല, ഇല്ലാഞ്ഞിട്ടും അല്ല, ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതും അല്ല. വളരെ മൗഢ്യകരമായ നിലകളിൽ കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്, എന്നിട്ട് ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്നവരുണ്ട്. അതല്ല. സ്തോത്രം. അതല്ല. അതായത് മറ്റുള്ളവരുടെ കരുണയിൽ നമ്മൾ കഴിയാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. സ്തോത്രം. അതല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം ആവശ്യത്തിലിരിക്കുന്നവരെ നമ്മൾ സഹായിക്കരുതെന്നല്ല. അത് നമ്മുടെ കടമ, അത് നമ്മുടെ ഉത്തരവാദിത്വം, അത് നമ്മൾ ചെയ്യണം. പക്ഷേ മറ്റുള്ളവർ എന്നെ കരുതിക്കോളും, സഹായിച്ചോളും, എനിക്ക് തരാൻ വേണ്ടിയാ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന മനോഭാവം ഉണ്ടാകരുത്. അങ്ങനെയുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറയുന്നത് കേട്ടോ. സ്തോത്രം. അതൊരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ വരുമ്പോഴാണ് ഭൂമിയിലെ നിക്ഷേപം എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം നമ്മൾ ഇന്നലെ കണ്ടത്.
നമ്മൾ 3 കാര്യങ്ങൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചു. ഒന്നാമത് നമ്മൾ കണ്ടത് pressure on this earth is, yeah, come on. We should not make these material possessions precious. Yeah. We should not boast. We should not count them precious and the best. ഇത് വിലപ്പെട്ടതായിട്ടോ ശ്രേഷ്ഠമായിട്ടോ ഈ ഭൗമലോകത്തിലെ താൽക്കാലിക വസ്തുക്കളെ കരുതുന്നതാണ് കർത്താവ് വിലക്കുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടു, materialism that tethers to our heart. Heart to this material world. നമ്മുടെ ഹൃദയത്തെ അല്ലെ നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തോട് ചേർത്ത് കെട്ടിവെക്കുന്ന ഭൗതികതകൾ അരുത് എന്നാണ് കർത്താവ് വിലക്കുന്നത്. മൂന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിനോട് ചേർത്തുള്ളത് ആയിരുന്നു. സ്തോത്രം. Covetousness. Do not covet. Do not covet. Do not covet. നമ്മൾ മോഹിക്കരുത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു വന്നത്. പലരും സുവിശേഷകരായ ഞങ്ങളെപ്പോലെ ഉള്ളവരും പലരും കരുതുന്നത് അങ്ങനെ തന്നെയാണ്. സ്തോത്രം. സഭയിലെ വിശ്വാസികൾക്ക് ഒക്കെ ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഉപദേശിമാർക്ക് ഇങ്ങോട്ട് തന്നാൽ എന്താ എന്ന ഒരു താല്പര്യം, എന്നൊരു ചിന്ത ഞങ്ങളെപ്പോലെ ഉള്ളവരെ ഭരിക്കാറുണ്ട്. പാടില്ല എന്നുള്ളതാണ് നാം ഇവിടെ ഇപ്പോൾ കണ്ടത്. ഡു നോട്ട് കവറ്റ്. സ്തോത്രം. മറ്റുള്ളവന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടേതാണെന്ന് കരുതരുത്, നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് കരുതരുത്. സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ ധാരാളം തനിക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ താൻ നഷ്ടപ്പെടുത്തി, എന്നിട്ട് വല്ലവരുടെയും ചിലവിൽ, എന്തിനേറെ സഭകളുടെ ചിലവിൽ പോലും കഴിയുവാൻ താൻ ആഗ്രഹിച്ചില്ല. അതിനുവേണ്ടി താൻ തന്നെ എന്ത് ചെയ്തു? അധ്വാനിച്ചു. താൻ തന്നെ അധ്വാനിച്ചു. സ്തോത്രം. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, പൗലോസ് 2 ഭാഗവും നമ്മൾ പറയുന്നത് പോലെ ടോട്ടാ സ്ക്രിപ്തുറ വേണം കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഭാഗമുള്ളൂ. അതേസമയം പൗലോസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. തെസ്സലോനിക്കർക്കുള്ള ലേഖനത്തിൽ ഞങ്ങൾ ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിച്ച റെഗുലറായിട്ട് വായിച്ചു വന്ന ഭാഗം അതായിരുന്നു. സ്തോത്രം. 2ാമത്തെ അധ്യായം, 2nd chapter of 1st Thessalonians, അതിന്റെ 6ാമത്തെ വാക്യം, 5 തൊട്ട് വായിച്ചോളൂ. സിസ്റ്റർ മ്യൂട്ട, സോഫിയ സിസ്റ്റർ മ്യൂട്ട. You know, we never used flattery, nor did we put on a mask to cover up greed. God is a witness. We were not looking for praise from men, not from you or anyone else. As apostles of Christ, we could have been a burden to you. As apostles, we could have been a burden to you. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ ചെലവിൽ കഴിയാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. പക്ഷേ പൗലോസ് പറയുന്നു, ഞങ്ങളത് അങ്ങനെ ചെയ്തില്ല. പകരം, ഇത് പാസ്റ്റേഴ്സ് മീറ്റിംഗ് പറയേണ്ട കാര്യമാണെങ്കിലും പൗലോസിന്റെ ഒരു അനുഭവത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ വായിച്ച സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഒന്നും കൂടെ സ്പർശിച്ച, എന്നോട് സംസാരിച്ച ഒരു ഭാഗമാണത്. അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൗലോസ് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, അപ്പോസ്തോലൻ എന്ന നിലയിൽ, പാസ്റ്റർ, ഇടയൻ എന്ന നിലയിൽ
എന്തല്ല ചെയ്തത്? സഭയുടെ ചിലവിൽ കഴിയുവാൻ താൻ ആഗ്രഹിച്ചില്ല. പകരം താൻ എന്താ ചെയ്തത്? Verse 7, 7ാമത്തെ വാക്യം. But we were gentle among you, like a mother caring for her little children. We loved you so much that we were delighted to share with you not only the gospel of God, but our lives as well, because you had become so dear to us. Praise God. Paul says, but instead, we had a mother's tender heart towards you. ഒരു അമ്മയുടെ ഹൃദയത്തോടെ, ഒരു അമ്മയുടെ ആർദ്രതയോടെയാണ് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചത്. Now verse 12, 12ാം വാക്യം. മലയാളത്തിൽ 12 ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം, ഇംഗ്ലീഷ് ഹിന്ദിയില്. Verse 12. Yeah. Encouraging, comforting, and urging you to live lives worthy of God, who calls you into his kingdom and glory. Then it may be verse 11. മലയാളത്തിൽ 12ാം വാക്യമാണ്. For you know that we dealt with each of you as a father deals with his own children. Yeah. In verse 7, Paul said, we dealt with you as a mother, with a motherly heart, tenderness, kindness, compassion. But at the same time, in English, verse 11, it says, as a father protects and provides for his children, we did to you. സ്തോത്രം. കണ്ടോ, ഭൗതികമായ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ശുശ്രൂഷ ഏൽക്കാൻ അവസരമുണ്ടായിട്ടും അതിനുവേണ്ടി ആഗ്രഹിക്കാതെ, ആവോളം സ്നേഹത്തിനല്ലാതെ മറ്റൊന്നിനും കടപ്പെട്ടവരായിരിക്കാൻ ആഗ്രഹിക്കാതെ പൗലോസ് ജീവിച്ച, അധ്വാനിച്ച അവസ്ഥകളാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. Never ever we be willing to live on others' expense. Yeah, certainly if others, especially rich people, especially people with material goodness, they are moved by the Holy Spirit, and if they are moved with Christian character, if they provide for us, certainly we can have. But from our part, we should not long for that. We should not beg for that. We should never ever think that it is our right. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. Yeah, Paul's integrity, certainly. അതായത് പാസ്റ്റേഴ്സ്, സുവിശേഷകന്മാര്, വിശുദ്ധന്മാര്, നാം ആരുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകൾ കാണും, നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ ആവശ്യങ്ങൾ ഒന്നിൻ്റെയും മുൻപിൽ നമ്മൾ മനുഷ്യരോട് സഹായം അഭ്യർത്ഥിക്കുന്നവരായി തീരരുത്. നമ്മൾ മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവരായി തീരരുത്. മനുഷ്യരിൽ നിന്ന് നമ്മുടെ അവകാശമാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന ചിന്തയും വെച്ചു പുലർത്തരുത്. അതേസമയം സാമ്പത്തിക നന്മകളോ ഭൗതിക നന്മകളോ ഉള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കിയോ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ദൈവാത്മാവിനാൽ പ്രേരിതരായിട്ടോ എന്തെങ്കിലും അവർ തരുന്നെങ്കിൽ കർത്താവിൻ്റെ വഴികളാണെന്ന നിലയിൽ നമുക്ക് സ്തോത്രത്തോടെ അത് സ്വീകരിക്കാം. അപ്പോഴും
എനിക്കിങ്ങോട്ട് തരാനാ നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന മനോഭാവം ഒരിക്കലും നമുക്കുണ്ടാകരുത്. സ്തോത്രം. അങ്ങനെയുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നതാണ്. ഇപ്പൊ ഇവിടെ കർത്താവ് പറയുന്നത് ഡു നോട്ട് സ്റ്റോർ അപ്പ് treasures on this earth. The third meaning is do not covet. What is covetousness? മോഹിക്കരുത്. എന്താണ് സത്യത്തിൽ മോഹം എന്ന് പറയുന്നത്? Desiring strongly for anything that does not rightfully belong to you. Absolutely. A strong craving for anything what we do not possess, but someone else possesses, and also for what we are not the deserving people, or the things we do not deserve. നമുക്ക് അർഹമല്ലാത്തതും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും മറ്റുള്ളവരുടെ കയ്യിൽ ഇരിക്കുന്നതുമായ എന്തിനെങ്കിലും വേണ്ടിയുള്ള അമിതമായ ആഗ്രഹം, ഇതാണ് മോഹം എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്, മറ്റുള്ളവരുടെ കയ്യിൽ ഉള്ളത്. ഇത് രണ്ടും ആകട്ടെ നമുക്കൊരിക്കലും അർഹമല്ലാത്തത്. ഇതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് പലപ്പോഴും മോഹം എന്നുള്ളത്. സ്തോത്രം. The thing we do not have, but others have, also we do not deserve for, but still we long for, we desire for, we crave for, and try to achieve them through any means, at any cost. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് വാങ്ങാനായിട്ട് പരിശ്രമിക്കുക. സ്തോത്രം. യെസ്, അതാണ് യാക്കോബ് 1:15 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ വായിച്ചോളൂ. ജെയിംസ് 1:15, യാക്കോബ് 1:15. Then after desire has conceived, it gives birth to sin, and sin, when it is full grown, gives birth to death. Desire, rather in some other versions it is written lust. Lust. മോഹം ഒരുവനിൽ ഉണ്ടായാൽ അത് എന്തിലേക്ക് നടത്തുന്നു? പാപത്തിലേക്ക്. ആ പാപം അങ്ങ് മുഴുക്കുമ്പോൾ, അങ്ങ് മച്ചുവറാകുമ്പോൾ, വളർന്ന് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അത് മരണമായിട്ട് പരിണമിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലും പ്രസംഗങ്ങളിലുമൊക്കെ മനുഷ്യരിൽ മോഹങ്ങൾ ജനിപ്പിക്കുന്ന അവസ്ഥകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കയ്യടി കിട്ടുന്ന പ്രസംഗങ്ങൾ ഇതുപോലെയുള്ള പ്രസംഗങ്ങളാണ്. അതിന് നമ്മളിന്ന് കൊടുത്തിരിക്കുന്ന പേര് മോട്ടിവേഷണൽ പ്രീച്ചിങ് എന്ന്. മോട്ടിവേഷണൽ പ്രീച്ചിങ്. സ്തോത്രം. ക്ലെയിമിറ്റ്, അവകാശം പറയുക, പ്രാപിച്ചെടുക്കുക. കഴിഞ്ഞൊരു ദിവസം ഞാൻ ചിലപ്പോഴൊക്കെ ഈ ചില ഡിവൈൻ ചാനൽസ് ഇൻ ദ സെൻസ് ചില ക്രിസ്ത്യൻ
ചാനലുകളുണ്ടല്ലോ, മലയാളം ചാനലുകളാണ് ഞാൻ വെക്കാറുള്ളത്. 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ചാനല് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വിടുന്ന സമയത്ത് വെച്ചു. അപ്പോൾ ഒരു പ്രസംഗകൻ അതിൽ പ്രസംഗിച്ചത്, നിങ്ങൾ വിശ്വാസം പറയണം. അപ്പം വിഷയം അത് എഴുതി കാണിച്ചത് കൊണ്ട് ഞാനതൊന്ന് ശ്രദ്ധിച്ചു. വിശ്വാസം പറയുക. അതിനകത്തിൽ അദ്ദേഹം ഊന്നി പറയുന്നത് ഇത്രേ ഉള്ളൂ: വീട്ടിലിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ വിശ്വാസം പറയണം. അതിന് ഉദാഹരണം എടുക്കുന്നത് പലപ്പോഴും ബൈബിളിൽ നിന്നാണ്. അബ്രഹാമിന്റെ അനുഭവമാണ് അദ്ദേഹം എടുത്തത്. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുന്നു. ഭാര്യയോട് പോലും പറഞ്ഞില്ല. പറയാതിരുന്നത് വിശ്വാസം കൊണ്ടാണ്. യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞത് വിശ്വാസം പറഞ്ഞതാണ്. എന്നിട്ട് ഇങ്ങനെയുള്ളവർ പലപ്പോഴും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്, ഇങ്ങനെ ഇവര് വിശ്വാസം പറഞ്ഞ് ചെറിയ വിലയ്ക്ക് വാങ്ങിച്ച ഒത്തിരി വസ്തുക്കളുടെ കാര്യവും വീടുകളുടെ കാര്യവും ഒക്കെയാ. അദ്ദേഹവും അതിൽ പറഞ്ഞത് അതാണ്. വിശ്വാസം പറയുക. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം പറയുക എന്നൊക്കെ നമ്മളെ കേൾപ്പിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ഇവർ ജനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിൽ പോലും 10 കൽപ്പനകളിലെ 10ാമത്തെ കൽപ്പന കൊണ്ട് പോലും വിലക്കിയ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ മത്തായി 6:19 വിലക്കിയ മോഹങ്ങളെയാണ്, ഈ വിലക്കപ്പെട്ടതിനെയാണ് ഇവർ പലപ്പോഴും നമ്മിൽ ഉത്തേജിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. Mostly modern preachers try to stimulate those lustful things which even the Old Testament and the New Testament together or alike prohibited. Jesus Christ prohibits, and God the Father through Moses even prohibited to the people of Israel. അരുത്. സ്തോത്രം. നമുക്കിന്ന് ഇല്ലാത്ത എന്തെങ്കിലും ഭൗമ നന്മകളായാലും നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ട? കൊതിക്കണ്ട, മോഹിക്കണ്ട. കർത്താവേ, എനിക്കത് വേണമെന്നൊന്നും പറയണ്ട. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ ആഗ്രഹം തോന്നുന്നെങ്കിൽ ദൈവത്തോട് പറഞ്ഞു. പക്ഷെ പറഞ്ഞേരെ, കർത്താവേ, ഇത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമൊന്നും അങ്ങ് നിവർത്തിക്കണ്ട. എൻ്റെ പപ്പായ ആയതുകൊണ്ട് എൻ്റെ പപ്പായോട് എനിക്കെല്ലാം പറയാമല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. പക്ഷെ ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ച് ഇതൊന്നും എനിക്ക് വേണ്ട. സ്തോത്രം. ഇതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ. So Jesus, when asked us not to treasure up wealth on this earth, the third meaning was not to covet, not to desire for more of the worldly treasures. Jesus was prohibiting his disciples not to lust for the things they did not have and other people did have. സ്തോത്രം. മോഹം, ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം, ഇതൊന്നും പാടില്ല. സ്തോത്രം. Even my junior pastors, they may possess more than what I have today, but that should not challenge me to covet, to have more of such things than my juniors. But this is a kind of competition even
within or even between own siblings. സ്വന്തം സഹോദരങ്ങൾക്കിടയിൽ പോലും ഇതൊരു വലിയ മത്സരമായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അനിയൻ ഇത്രയുണ്ടെങ്കിൽ, എൻ്റെ അളിയൻ ഇത്രയുണ്ടെങ്കിൽ എനിക്കതിനേക്കാൾ കൂടുതൽ വേണം. അരുതേ, അത് സാത്താന്റെ തന്ത്രമാണ്. ആ തന്ത്രത്തിൽ നാം കുടുങ്ങിപ്പോകരുത്. സ്തോത്രം. നമ്മൾ ചിലപ്പം ഇവിടെ ഞങ്ങൾക്ക് കർത്താവ് തന്ന കുഞ്ഞുങ്ങള്, വലിയ മോനും കുഞ്ഞായിരുന്ന സമയത്ത് ഇവൻ ചിലപ്പം എഴുന്നേപ്പിച്ച രാവിലെ എഴുന്നേക്കത്തില്ല, ഉണന്നൊക്കെ ഇങ്ങനെ കിടക്കും. എന്നെയും കൂടെ പിടിച്ച് കിടത്താൻ ശ്രമിക്കും. ആ ഒരു സമയത്ത് സൂസൻ ചിലപ്പോൾ കിച്ചണിലൊക്കെ ആയിരിക്കും. അന്നേരം പറയും, മോനാന്നോ പപ്പായാന്നോ ആദ്യം മമ്മയുടെ അടുത്തെത്തുന്നേ? ഓക്കെ, 1 2 3 പറയും. ഈ 3-ക്കകം ആരാണ് അവിടെ എത്തുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു വെട്ടിൽ ആ കുഞ്ഞ് ആ സമയത്ത് വീഴും. എന്നാ പിന്നെ ശരി, 3 1 പറയാറാകുമ്പോൾ തന്നെ ഇവൻ എഴുന്നേറ്റ് ഓടും. നമ്മൾ മനഃപൂർവ്വം ഓടൂലേ പോകത്തുള്ളൂ, തോക്കാൻ വേണ്ടി. ഒരു പ്രായം വരെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാം. ആഹാരം കഴിക്കുന്ന കാര്യത്തിലും നോക്കാം, മോനാന്നോ അച്ചാച്ചനാന്നോ ആദ്യം കഴിക്കുന്നതെന്ന് നോക്കാം. ശരി, 1 2 3. കൊച്ചു കുഞ്ഞുങ്ങള് വാരി വലിച്ച് കഴിക്കും. അതുവരെ കഴിക്കാതിരുന്നതാ. ഇതുപോലെ സാത്താൻ നമ്മളെ കബളിപ്പിക്കും. നിനക്കാന്നോ അവക്കാന്നോ, നീയാണോ അവനാണോ, അതിൽ വീണുപോകും. ഡു നോട്ട് കവറ്റ്. നാം മോഹിച്ച് ഇല്ലാത്തത് നേടാൻ, നമ്മുടെ പക്കൽ ഇല്ലാത്തത് നേടാൻ, നമ്മുടെ പക്കൽ ഉള്ളത് കൂട്ടാനുമുള്ള ശ്രമം ഒരിക്കലും നടത്തരുത്. സ്തോത്രം, നടത്തരുത്. അതാണ് കർത്താവ് ഇവിടെ വിലക്കുന്ന മൂന്നാമത്തെ സംഗതി. നാലാമത്തെ കാര്യം, the fourth meaning here, what Jesus is meaning. Do not confide and trust in them for the future. Do not confide and trust in these material, temporal things for our future. സ്തോത്രം. ഈ താൽക്കാലികവും ഭൗതികവുമായ വസ്തുക്കളിൽ ഇത് നമ്മുടെ ഭാവിക്ക് വേണ്ട കരുതലാകുമെന്ന് വിശ്വസിച്ച് ആശ്രയിക്കരുത്. സ്തോത്രം. Never confide, never believe that this will be usable for us in the future, in our needy time. നമ്മുടെ ആവശ്യങ്ങളിൽ ഇത് നമുക്ക് സഹായകരമാകും എന്ന നിലയിലൊന്നും ഭൗമ വസ്തുക്കളെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. പലപ്പോഴും വിശ്വാസികളോ അവിശ്വാസികളോ ആയാലും ധരിക്കുന്നത് എന്താണ്? എൻ്റെ പക്കൽ ഇത്ര സംഗതിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു പെട്ടെന്നൊരാവശ്യമൊക്കെ വന്നാൽ നമ്മൾ അങ്ങനൊന്നും കുലുങ്ങിപ്പോകത്തൊന്നുമില്ല. പക്ഷേ അത് തെറ്റാണെന്ന് സ്തോത്രം. COVID taught us a lesson. Also in India, one more thing taught us. That was നോട്ട്ബന്ദി. ബാങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ട്, പേഴ്സിനകത്തും 1000 നോട്ട്, ഇത് പേഴ്സൊന്നും അല്ല കേട്ടോ, പേഴ്സിനകത്തും 1000 നോട്ടുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷേ എന്ത് കഥയാ! ഒരു
ഹജ്മോള ഗുളിക വാങ്ങാൻ പോലും പറ്റത്തില്ല. അല്ലെങ്കിൽ 500-ന്റെ നോട്ടുകൾ ഇരിപ്പുണ്ട്, പക്ഷേ ബാങ്കുകാർക്ക് പോലും വേണ്ട. ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ഈ പാഠം പഠിച്ചവരാ. ഒറ്റ രാത്രി കൊണ്ട്. കയ്യിലുണ്ട്, പക്ഷേ പ്രയോജനകരം അല്ല. ഇപ്പം ശ്രീലങ്കയിലെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. കയ്യിൽ കാശ് ഉണ്ടായിട്ടും കൂടെ ഉള്ളവർ കുറച്ചു പേരുണ്ട്, പക്ഷെ സാധനം ഇല്ല, വാങ്ങാൻ പറ്റുന്നില്ല. സ്തോത്രം. ഇനി ബാങ്കിലും കാശ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്, എന്നാലും ഇത്ര രൂപയെ പിൻവലിക്കാൻ പറ്റൂ, വിഡ്രോ ചെയ്യാൻ പറ്റൂ. Always remember, even though we have money or some other treasure with us, that may not be usable in time of need. So never ever put our trust in these material things. ഭൗമ വസ്തുക്കൾ എത്ര നമ്മുടെ പക്കൽ ഉണ്ടായാലും നമുക്ക് അത് പ്രയോജനകരം ആവണം എന്നില്ല. ചില സമയത്തൊക്കെ ആണെങ്കിൽ കാശിഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് പകരം എത്ര കെട്ട് രൂപ അരച്ച് കഴിച്ചാലും പ്രയോജനമാകത്തില്ലല്ലോ. സ്തോത്രം. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാ, പക്ഷെ കാശുണ്ട് ഇഷ്ടം പോലെ, എന്ത് പ്രയോജന? സ്തോത്രം. ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡും ഉണ്ട്, ഡെബിറ്റ് കാർഡും ഉണ്ട്, പിന്നെ ബാക്കിയുള്ള UPI പേയ്മെന്റ് സിസ്റ്റംസും ഒക്കെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് ഇതൊന്നും നടക്കത്തില്ല. സ്തോത്രം. ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇതേപോലെ കർത്താവ് പറയുകയാണ്, ഡു നോട്ട് സ്റ്റോർ അപ്പ് ട്രഷേഴ്സ് ഫോർ യു ഓൺ ദിസ് എർത്ത്, മീൻസ് you should never put your faith on these things. Whatever you have, they may not be usable in time of need. ആവശ്യത്തിന്റെ സമയത്ത് ഉപകരിക്കാത്ത ഈ കാര്യങ്ങളിൽ നിങ്ങൾ ആശ്രയം വയ്ക്കരുത്. ഇത് കൂടെ കാണുമെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. സ്തോത്രം. ഭക്തന്മാരായ പണക്കാരുടെ അല്ലെങ്കിൽ ധനവാന്മാരായിരുന്ന പണക്കാരുടെ സാക്ഷ്യങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. ഒരാളിന്റെ സാക്ഷ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജോബ്, I think it is in 31:24. ഇയ്യോബ് 31:24 വാക്യം. If I had put my trust in gold or said to pure gold, you are my security. Yeah. If I had rejoiced over my great wealth, the fortune my hands had gained. കണ്ടോ, സമ്പത്തിനെ കുറിച്ചും നമ്മൾ നേരത്തെ വ്യാഖ്യാനിച്ച 10 നിർവചനങ്ങളിൽ ഇതൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇയ്യോബ് തന്റെ അനുഭവം പങ്കുവെക്കുക. 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. If I have put my trust in my treasure or gold or money. എന്റെ സമ്പത്തിൽ, മലയാളം കൂടെ വായിക്കുന്നെങ്കിൽ വായിച്ചോളൂ. ഞാൻ പൊന്നെ എന്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോടെ നീ എന്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ,
എന്റെ ധനം വളരെയായിരിക്കൊണ്ടും എന്റെ കൈ അധികം സമ്പാദിച്ചുകൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ എന്നാണ് 24-25. ഇയ്യോബ് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ഇതിന്റെ അർത്ഥം നമുക്കറിയാം, അക്കാലത്ത് ജീവിച്ചിരുന്ന ഈസ്റ്റേണേഴ്സിൽ, പൂർവ്വ ദിഗ്വാസികളിൽ ഏറ്റവും സമ്പന്നനായിരുന്ന മനുഷ്യനാണ്. ഇയ്യോബിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം കാല് കഴുകുമായിരുന്നത് വെണ്ണ കൊണ്ടാണ്. He used to wash his feet in butter. സ്തോത്രം. നമുക്കാണെങ്കിൽ ബട്ടർ മിൽക്ക് പോലും ഇല്ല കാല് കഴുകാൻ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ശുദ്ധജലം പോലും നമുക്ക് കാല് കഴുകാൻ കിട്ടുന്നില്ല, കുടിക്കാൻ കിട്ടുന്നില്ല ശുദ്ധജലം. പിന്നെ പക്ഷെ ഇയ്യോബ് കാല് കഴുകുമായിരുന്നത് വെണ്ണ കൊണ്ടാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താൻ ധനവാനായിരുന്നു എന്നർത്ഥം. പക്ഷെ താൻ പറയുന്നത് ഇയ്യോബ് ധനവാനായിരുന്നത് പാപമായിരുന്നോ? അല്ല. എന്തുകൊണ്ട്? കാരണം പറയുകയാണ്, ഞാൻ ഒരിക്കലും പൊന്നിനോട് അല്ലെങ്കിൽ തങ്കത്തോട് നീ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞില്ല. സ്തോത്രം. ഞാൻ അതിൽ ആഹ്ലാദിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ എന്താണ് നിക്ഷേപം എന്നതിനെ പറ്റി നിർവചിച്ചപ്പോൾ പറഞ്ഞ ഒരു നിർവചനമാണ് ഇൻ വിച്ച് വി ടേക്ക് ഡിലൈറ്റ്. നാം എന്തിൽ ആശ്രയിക്കുന്നു, എന്തിൽ ആഹ്ലാദിക്കുന്നു, അത് നമ്മുടെ സമ്പത്താണ്. ഇവിടെ ഇയ്യോബ് പറയുന്നു, എൻ്റെ സമ്പത്തിൽ ഞാൻ ആഹ്ലാദിച്ചിട്ടില്ല, അതിൽ ഞാൻ ആശ്രയിച്ചിട്ടില്ല. നമുക്കും അതേ മനോഭാവം വേണം. ദൈവം നമുക്ക് എത്ര പണം നൽകിയാലും, ആരോഗ്യം നൽകിയാലും, നമുക്ക് എത്ര നല്ല ജോലിയോ നല്ല സ്വാധീനമോ ഒക്കെ തന്നാലും അതിലൊന്നിലും നാം ആശ്രയിക്കുകയോ അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്ന് ചിന്തിക്കുക പോലുമോ ചെയ്യരുത്. സ്തോത്രം. ചിന്തിക്കുക പോലുമോ ചെയ്യരുത്. അതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. സ്തോത്രം. ജെറമായ 48:7, യിരെമ്യാവ് 48:7. Any language. നിന്റെ കോട്ടകളിലും ഭണ്ഡാരങ്ങളിലും ആശ്രയിച്ചിരിക്കൊണ്ട് നീയും പിടിക്കപ്പെടും. കോമേശ് തന്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകും. പ്രവാചകൻ അവിടെ മതിയേച്ച താങ്ക് യു. കണ്ടോ അതിന്റെ ആദ്യ ഭാഗം? നീ എന്തുകൊണ്ട് പ്രവാസത്തിലേക്ക് പോകും? നീ നിന്റെ എന്തിൽ ആശ്രയിച്ചു? കോട്ടകളിലും ഭണ്ഡാരങ്ങളിലും ആശ്രയിച്ചു. കോട്ടകളിലും ഭണ്ഡാരങ്ങളിലും ആശ്രയിച്ചു. സ്തോത്രം. This was one of the reasons for their exile. They trusted in their treasures. നമുക്കൊരിക്കലും അത് സംഭവിക്കല്ലേ. നമ്മൾ വേറെ ഒരു പാപവും ചെയ്യുന്നില്ലായിരിക്കും കേട്ടോ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരും നമ്മൾ സ്നാനപ്പെട്ടവരും ആത്മനിറവ് പ്രാപിച്ചവരും ഒക്കെയാകും. പക്ഷേ നമുക്കുള്ള ഭൗമ ദാനങ്ങളിലും നന്മകളിലും ഒരു ചെറിയ ആശ്രയം, ഒരു ചെറിയ ഹുക്ക് കൊണ്ടൊരു പിടുത്തം. സ്തോത്രം. അതൊരിക്കലും സംഭവിക്കരുത്. അതൊരിക്കലും സംഭവിക്കരുത്. സ്തോത്രം. വായിച്ചോ മോളെ.
Trust not and rely confidently not on extortion and oppression, and do not vainly hope in robbery. If riches increase, set not your hearts on them. Yeah. If you, Psalm 62 and verse 10, 62-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സ്തോത്രം. ഒരുപക്ഷെ ദൈവം നമുക്ക് സമ്പത്ത് ഭൗമികമായിട്ട് തരും കേട്ടോ. അതായത് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അഗതികൾ, പാവപ്പെട്ടവർ, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവരാണെന്നൊന്നും കരുതരുത്. ദൈവത്തിന് നമ്മൾ പ്രസാദം ഉണ്ടെങ്കിൽ കാശ് തരത്തില്ലെന്നും നമ്മളെ പട്ടിണിക്കിട്ട് ഇങ്ങനെ നട്ടം തിരിക്കുന്നൊന്നും ആരും കരുതരുത്. ഒരാൾ പണക്കാരനായതുകൊണ്ട് അവൻ അഭക്തനാണെന്നോ അശുദ്ധനാണെന്നോ ചിന്തിക്കരുത്. അതുപോലെ തിരിച്ചും ഒരുത്തന് കാശില്ലെങ്കിൽ അവൻ വിശ്വാസത്തിൽ ഒന്നുമില്ലെന്നൊന്നും കരുതരുത്. ഇത് രണ്ടുമുണ്ട്. അഥവാ സമ്പത്ത് വർദ്ധിച്ചാൽ, ദൈവം നമുക്ക് നന്മകൾ തന്നാൽ അതിൽ മനസ്സ് വയ്ക്കരുത്, അതിൽ നമ്മൾ ആശ്രയിക്കരുത്. സ്തോത്രം. 49:6 കൂടെ, 49 verse 6 Psalms. യെസ്. അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ദുഷ്ടന്മാരെ കുറിച്ചോ ദൈവം പ്രസാദിക്കാത്തവരെ കുറിച്ചോ ഒക്കെ പറയുന്നതാണ്. എന്താണ് അവരുടെ പാപം? അവരുടെ സമ്പത്തിൽ ആശ്രയിക്കുന്നു, ധനസമൃദ്ധിയിൽ അവര് കോളർ പിടിക്കുന്നു, പ്രശംസിക്കുന്നു. സംഭവിക്കരുത്. Jesus is prohibiting us not to confide, not to believe in, not to trust in these material things, even though we have abundance of these things. Sometimes God will provide us, God will give us abundance of these things. But even then, we should not put our eyes, put our trust in these things. Still, we should tell our God, oh God, we need you. Except you, there is nothing, there is none who will be in our need, who will be our trust in our need, in the hour of our need. ദൈവമേ, കേൾക്കാൻ പ്രയാസമില്ലല്ലോ? ദൈവമേ, നമുക്ക് എന്ത് നന്മകൾ എത്രയധികമുണ്ടെങ്കിലും ദൈവത്തോട് പറയുക, ദൈവമേ, എന്റെ ആവശ്യത്തിന്റെ സമയത്ത് സഹായിപ്പാൻ അങ്ങല്ലാതെ വേറെ ആരും എനിക്കില്ല. നമ്മൾ പലപ്പോഴും എപ്പോഴാ പറയുന്നത്? സത്യത്തിൽ വേറെ ഒന്നും ഒരു തരത്തിലും പ്രയോജനമല്ലാത്ത സമയത്ത് മാത്രമാണ്. അല്ല, ബാക്കിയുള്ളതൊക്കെ നമുക്കുള്ളപ്പോഴും നാം ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങല്ലാതെ എനിക്ക് വേറെ ആരും, വേറെ ഒന്നും ഇല്ല. സ്തോത്രം. എനിക്ക് മരുന്നും വൈദ്യന്മാരും ഉള്ളപ്പോഴും ദൈവമേ, എന്നെ സൗഖ്യമാക്കുവാൻ അങ്ങ് മാത്രം. എനിക്ക് പണവും ബാക്കി എല്ലാ കഴിവുകളും ഉള്ളപ്പോഴും ദൈവമേ, എന്റെ സഹായത്തിന് അങ്ങ് മാത്രം. സ്തോത്രം. എനിക്ക് സംരക്ഷകന്മാരും സുരക്ഷിതത്വ വലയങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ദാവീദിനെ പോലെ ദൈവത്തോട് പറയണം, സ്തോത്രം, എന്റെ പരിച നീയാണ്. സ്തോത്രം. എന്റെ തല ഉയർത്തുന്നതും നീയാണ്. തനിക്ക് പ്രശംസിക്കുവാൻ പലതുമുണ്ട് ദാവീദിന്, പക്ഷേ
മൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ താൻ ദൈവത്തോട് പറയുന്നുണ്ട്, നീ തന്നെ എനിക്ക് ചുറ്റും പരിചയം, സ്തോത്രം, എൻ്റെ ശരണവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. What lifts up my head is not what I achieved. David says in Psalm number 3 and initial verses that it is not, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. സ്തോത്രം. എന്റെ പടയാളികളല്ല, ഗോലിയാത്തിനെ കൊന്ന സിംഹത്തെയും കരടിയെയും കീറിക്കളഞ്ഞ എന്റെ കായിക ബലമല്ല എന്റെ തല ഉയർത്തുന്നത്, എനിക്ക് മഹത്വമായിരിക്കുന്നത്, എനിക്ക് പരിചയമായിരിക്കുന്നത്. പകരം നീയാണ് ദൈവമേ. എന്റെ സൗന്ദര്യമുള്ള ഭാര്യമാരോ സുന്ദരീ സുന്ദരന്മാരായ എൻ്റെ മക്കളോ, സ്തോത്രം, ഞാൻ പണിതുയർത്തിയ, ഞാൻ പിടിച്ചടക്കിയ യെരുശലേം എന്ന സുന്ദര നഗരമോ ഒന്നുമല്ല. സ്തോത്രം. പകരം എനിക്ക് അഭിമാനം അങ്ങാണ്. സ്തോത്രം. ഞാൻ പണിത പട്ടണമല്ല. എനിക്ക് അഭിമാനം എൻ്റെ സൗന്ദര്യമല്ല, എൻ്റെ കായിക ശേഷിയല്ല. സ്തോത്രം. എൻ്റെ വിരലുകൾ താമ്രചാപം കുലയ്ക്കുന്നതാണ്. യുദ്ധാഭ്യാസം വന്ന കൈകളാണ്. ഉന്നം പിഴയ്ക്കാത്ത ഏറുകാരനാണ് ഞാൻ. ഒക്കെ ശരിയാ. ഇതുവരെ ആയുഷ്കാലത്ത്, ചെറുപ്പം മുതൽ ആയുഷ്കാലത്തൊരിക്കലും ശത്രുവിന്റെ മുമ്പിൽ പുറം കാട്ടാത്ത ഒരു യുദ്ധവീരനാണ് ഞാൻ. പക്ഷേ അതൊന്നുമല്ല, എൻ്റെ തല ഉയർത്തിപ്പിടിക്കുന്നത് അതങ്ങ് മാത്രം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇതുപോലെ നമുക്ക് പല വിജയഗാഥകൾ പറയാൻ കാണും. നമുക്കൊത്തിരി, പെന്തക്കോസ്ത് ഭാഷയിൽ പറഞ്ഞാൽ, വിജയത്തിന്റെ സാക്ഷ്യങ്ങൾ പറയാൻ കാണും. പക്ഷേ പൗലോസിന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നു, പിൻപിലുള്ളതിനെ മറക്കുന്നു. സ്തോത്രം. പിൻപിലുള്ളതിൽ ഒന്നിലും ആശ്രയിച്ച് തല ഉയർത്തി നെഞ്ചു വിരിച്ച് നടക്കാനല്ല, പകരം ഇപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ. സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള ഒത്തിരി വേറെ വാക്യങ്ങൾ ഉണ്ട്. സ്തോത്രം. ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. സങ്കീർത്തനം തന്നെ 52:7 സദൃശ്യവാക്യങ്ങൾ 23:4, 5, 6 അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ വേറെയുണ്ട്. Psalm 52:7, Proverbs 23:4, 5 and 6. In all these verses also the same thing is repeated, that we should not confide, we should not trust these material goodness for our future. നാം എന്തൊക്കെ കരുതി വച്ചാലും, ഈവൻ നമ്മുടെ തലമുറയ്ക്ക് പോലും അതൊക്കെ ലഭിക്കും എന്നൊന്നും ഒരു ഉറപ്പുമില്ല. സ്തോത്രം. നമ്മൾ പ്രത്യാശയുടെ ഭാഗമായിട്ടും കൂടെ അക്കാര്യം പറയാം. അതായത് നമ്മൾ പറയുന്നു, നമ്മുടെ കർത്താവ് എന്ന് വരുമെന്നറിയില്ല, എത്രയും പെട്ടെന്ന് വരും. എല്ലാ ലക്ഷണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഒരല്പവും കൂടെ വൈകാരികമായിട്ട് കേൾക്കാറുണ്ട്, ദൂതന്മാർ കാഹളം ചുണ്ടത്ത് വെച്ചിരിക്കുക. ഉറയിലിട്ടിരിക്കുകയല്ല, ചുണ്ടത്ത് വെച്ചിരിക്കുക. ദൈവം ഓക്കെ എന്ന് പറയാത്ത താമസം ഇത് ഊതാൻ. അത്രയ്ക്ക് കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്നും പറന്നു പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ നാം ഈ ഭൂമിയിൽ കുറെ കരുതി വെച്ചാൽ
ആര് കൊണ്ടുപോകും സാധനം? ആന്റിക്രൈസ്റ്റ്. അതെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഇതെല്ലാം തട്ടിയെടുക്കുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ പ്രബുദ്ധ കേരളത്തിൽ, സ്തോത്രം, പ്രബുദ്ധ കേരളത്തിൽ, കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ, അയ്യോ, ആൾക്കാരുടെ അടുക്കളയുടെ അടുപ്പുകല്ല് പിഴുതു മാറ്റിയിട്ട് കേരയിലിന്റെ കല്ലിടുന്നെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പലരുടെയും അടുക്കളയ്ക്കകത്തെ അടുപ്പുകല്ലെടുത്ത് കളഞ്ഞിട്ട് കേരയിലിന്റെ കല്ല് നാട്ടി. ആരോട് ചോദിച്ചിട്ട? ഈ വീട്ടുകാരറിഞ്ഞോ ഇതുപോലൊരു സാധനം നാളെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിടുമെന്ന്? അനുവാദം ചോദിച്ചോ? ഇല്ല. അനുവാദം പോയിട്ട് ഒരു അറിയിപ്പ് പോലും ഇല്ലല്ലോ. അപ്പോൾ ഈ ഫെഡറൽ നിയമങ്ങളെല്ലാം നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്ത് നിയമങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും വളരെ പ്രബുദ്ധരായ കേരളത്തിൽ അനുവാദമില്ലാതെ, അറിയിപ്പില്ലാതെ അടുക്കളയിൽ കയറി അടുപ്പുകല്ല് പിഴുതു മാറ്റിയിട്ട് കേരയിലിന്റെ കല്ലിടുന്നെങ്കിൽ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഏകാധിപതിയായിട്ട്, ഡിക്റ്റേറ്ററായിട്ട് ഭരിക്കുന്ന സമയത്ത് ആരുടെയെല്ലാം പേരിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും അവർക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോവിഡന്റ് ആയിട്ടെന്ന കുറെ ഉണ്ടാക്കിയിട്ടേക്കാമെന്നും കരുതി ഉണ്ടാക്കിയിട്ടാലും ആരടിച്ചോണ്ട് പോകാനാ സാധ്യത? എതിർ ക്രിസ്തു. സ്തോത്രം. എന്നാൽ ഇവയെല്ലാം നാം എന്ത് ചെയ്യുക? ദൈവരാജ്യത്തിൽ നിക്ഷേപങ്ങളെ കരുതുവാനായിട്ട് ഉപയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് ഇവിടെ വിലക്കുന്ന നാലാമത്തെ കാര്യം, ഈ ഭൂമിയിൽ എന്തെങ്കിലും തമ്പുരാൻ തന്നാലും അതെല്ലാം കൂടെ കൂട്ടിയിട്ട തലമുറകൾക്ക് വേണ്ടി വെച്ചിട്ട് നിശ്ചയമില്ലാത്ത ഈ സംഗതികൾക്ക് വേണ്ടിയിട്ട് പോകരുത്. യെസ് മോളെ, വി വിൽ കം ടു ദാറ്റ് when we come to verse number 20. വെരി ഗുഡ്. സ്തോത്രം. നിശ്ചയമില്ലാത്ത ഈ ധനത്തിലൊന്നും ആശ്രയിക്കാതെ നമുക്ക് ലഭിക്കുന്ന സകലവും നിത്യതയുടെ നിക്ഷേപങ്ങളാക്കി തീർത്തുകൊണ്ട് വേഗം പുനരാഗമിക്കുന്ന ക്രിസ്തുവേശുവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. സ്തോത്രം. ക്രൂശിൽ ജീവരക്തം ദാനമായിട്ട് നൽകി നമ്മെ തനിക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത നമ്മുടെ കർത്താവിന്റെ വരവ്, മണവാളനായി വരുന്ന വരവ് എത്രയും പെട്ടെന്ന് സംഭവിക്കും എന്നതുകൊണ്ട് നമുക്കുള്ള സകലവുമായി ആ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. സ്തോത്രം. ക്രൂശിൽ തന്റെ രക്തം ചിന്തി നമ്മെ തനിക്ക് വേണ്ടി മണവാട്ടികളായി വിവാഹ നിശ്ചയം ചെയ്ത നമ്മുടെ മണവാളൻ, വിവാഹ നിശ്ചയം ചെയ്ത തന്റെ മണവാട്ടിയെ തന്നോട് ചേർക്കുവാൻ, സ്തോത്രം, എത്രയും വേഗം മേഘങ്ങളിൽ പ്രത്യക്ഷനാകും. ആ കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. നമ്മെ തന്നെ കർത്തൃസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.